നിർമ്മലഹൃദയ പ്രതിഷ്ഠയ്ക്കൊരുക്കമായുള്ള 33 ദിവസത്തെ ഒരുക്കത്തിൻ്റെ 7-ാം ദിവസത്തെ ശുശ്രൂഷകളിലേക്ക് ഇന്ന് നാം പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന, മധ്യസ്ഥതയുള്ള പ്രാർത്ഥന ഗാനരൂപത്തിൽ നമുക്ക് ആലപിക്കാം. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, കന്യാമാതാവേ, കന്യാമാതാവേ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ച് പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തുള്ളവർക്കെല്ലാം സ്തുതി കൊടുത്ത് ഇനി എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുക. ഷാലോം ചാനലിൻ്റെ പ്രേക്ഷകരായ നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ പവിത്ര നാമത്തിൽ കൃപയും സമാധാനവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോടൊത്തിരി പ്രാർത്ഥിക്കുന്ന, അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠയ്ക്ക് ഒരുക്കമായുള്ള 33 ദിവസത്തെ ഒരുക്ക പ്രാർത്ഥനകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇന്ന് 7-ാം ദിവസം, ജൂലൈ 20-ാം തീയതി. ഇന്ന് വളരെ ദൈവകൃപ നമ്മുടെ എല്ലാവരുടെ മേലും കർത്താവ് ചൊരിയും. നിങ്ങൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയോടുള്ള ജപമാലകൾ സാധിക്കുന്നത് പോലെ ചൊല്ലണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ മറന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു 4 ജപമാല എന്ന് പറഞ്ഞാൽ ഒരു സമ്പൂർണ്ണ ജപമാല ഒരു ദിവസവും ചെല്ലാൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കണം. കൂടുതൽ ചെല്ലുന്നത് നല്ലതാണ്. ധാരാളം പേര് വളരെ കൂടുതൽ ജപമാലകൾ ഈ ദിവസങ്ങളിൽ ചൊല്ലുന്നുണ്ട്. ലോകം മുഴുവന് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം വേണ്ടി കാഴ്ചവെക്കുക. അതുപോലെ വിശുദ്ധ കുർബാന സ്വീകരണം അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. നമ്മളെ തന്നെ നന്നായിട്ട് ആത്മശോധന ചെയ്ത് നല്ലൊരു കുമ്പസാരത്തിന് ഒരുങ്ങി കുമ്പസാരിക്കുക. ഈ ദിവസങ്ങളിൽ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ആത്മീയമായ ഒരുക്കത്തിൻ്റെ കാര്യങ്ങളെല്ലാം നന്നായി ചെയ്യണം. വിശ്വാസ പ്രമാണം സാധിക്കുന്നിടത്തോളം ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെല്ലാം അങ്ങനെ പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മൾ ആദ്യത്തെ 12 ദിവസങ്ങളിൽ നമ്മുടെ ലോക അരൂപിയെ, നമ്മുടെ പുണ്യ പരിപൂർണ്ണത എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ, ദൈവത്തിന് സ്വന്തമായി തീരാൻ നമ്മൾക്ക് വിഘാതമായി നിൽക്കുന്ന നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലുമൊക്കെ കുടികൊള്ളുന്ന ലോക അരൂപിയെ നിഷ്കാസനം ചെയ്യാൻ, പരിപൂർണമായി പറിച്ചു കളയാൻ, പിതാവ് നടാത്ത ചെടികളെല്ലാം പറിച്ചു കളയണമെന്ന് പറഞ്ഞില്ല, പറിച്ചു കളയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലകളെക്കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഉത്ബോധിപ്പിക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ അങ്ങനെ പല ആളുകൾ ഇടയ്ക്ക് അച്ഛനെ കണ്ടപ്പോഴും അച്ഛനെ വിളിച്ചപ്പോഴൊക്കെ പറഞ്ഞത്, എൻ്റെ കാര്യം വളരെ പരിതാപകരമാണ്, എല്ലാം ഞാൻ ആദ്യം പുതിയ തുടങ്ങേണ്ട സ്ഥിതിയാണ് എന്നെല്ലാം ചിലർ അവരുടെ അനുഭവം പറയുകയുണ്ടായി. ചിലർ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്, പക്ഷേ എല്ലാം എനിക്ക് ശരിക്കും ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുന്ന സമയമുണ്ടോ, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചിലർ എന്നോട് ചോദിക്കുകയുണ്ടായി. എനിക്ക് സാധിക്കുമെന്ന് തോന്നണില്ല എന്ന് ചിലർ പറയുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആധ്യാത്മിക ജീവിതത്തിന് പുറപ്പെടുമ്പോൾ സാത്താൻ്റെ തട്ടിപ്പുണ്ട്, പിശാചിൻ്റെ തട്ടിപ്പുണ്ട്. അയ്യോ ഇതെനിക്ക് പറ്റുമോ, എന്നെക്കൊണ്ട് സാധിക്കുമോ, ഇങ്ങനെയുള്ളൊരു അയോഗ്യത, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മനസ്സിൻ്റെ ഒരു ചിന്ത, ഒരു ആകുല ചിന്ത ചിലപ്പോൾ ആധ്യാത്മിക ജീവിതത്തിൽ മുന്നേറുന്നവർക്ക് അനുഭവപ്പെടാം. അത് പിശാചിൻ്റെ ഒരു തട്ടിപ്പാണ്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോണത്. ശരിക്കുള്ള മെയിൻ വിഷയങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് ഇടയ്ക്ക്, ഇന്നിപ്പോൾ 7-ാം ദിവസമല്ല, 6 ദിവസം കഴിഞ്ഞല്ലോ, ഇടയ്ക്ക് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരണ തരികയാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ എന്താണ് ശരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ ഒരു പുസ്തകം പരിശുദ്ധാത്മാവ് പ്രചോദനം എന്ന്, അതാണ് അദൃശ്യ പോരാട്ടം. നല്ലൊരു പോരാട്ടത്തിന് നമ്മൾ ഒരുങ്ങണം. നമ്മളെ ഇങ്ങനെ പിൻവലിക്കും, ഇതൊക്കെ വേണ്ട, സാധാരണ പോലെ പോയാൽ മതി, അയ്യോ ഇത്രയൊന്നും വേണ്ട, നമ്മൾക്ക് ഞാൻ കൂടുതലും ഇല്ല കുറവുമില്ല, ഇപ്പോൾ പോണവരങ്ങോട്ട് പോയാൽ മതി, അങ്ങനെ ചിന്തിക്കുന്ന വളരെ വലിയൊരു പറ്റം ജനമുണ്ട്, വളരെ വലിയൊരു പറ്റം ജനമുണ്ട്. എന്താണ് നമ്മുടെ അടിസ്ഥാനപരമായ വിളിയെന്ന് പോലും ഇവർ ഗവനിക്കുന്നില്ല. ഈശോ തൻ്റെ പ്രബോധന കാലഘട്ടത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 48-ാം തിരുലിഖിതം, മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 48, എന്താണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്? നിങ്ങൾ ആയിരിക്കണവരങ്ങ് പോയാൽ മതി എന്നാണ് പറഞ്ഞത്.
ഞാൻ നന്നാകാനുമില്ല, മോശമാകാനുമില്ല, ഇപ്പോൾ പോണോലെ അങ്ങ് പോയാൽ മതി. അങ്ങനെ ചിന്തിക്കാൻ പിശാച് തട്ടിപ്പ് തരുന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനയ്ക്കെതിരായ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കണം. ഈ വചനം പറയണം. അപ്പം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:48 എന്താ പറഞ്ഞത്? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുക. ഇത് കൽപ്പനയാണ്. ഇത് നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനയാണ്. നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും ബെസ്റ്റ് ആളുകളെ പോലെ നിങ്ങൾ പരിപൂർണ്ണമായിരിക്കുക എന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലുള്ള ഏറ്റവും ബെസ്റ്റ് ആളുകളെ പോലെ പരിപൂർണ്ണമായിരിക്കുക എന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സഭയിലുള്ള ഏറ്റവും ബെസ്റ്റ് ആളുകളെ പോലെ പരിപൂർണ്ണരായിരിക്കുന്നതല്ല പറഞ്ഞിരിക്കുന്നത്. പ്രവാചകന്മാരുടെ ഇടയിൽ ഏറ്റവും ബെസ്റ്റ് ആളുകളെ പോലെ പരിപൂർണ്ണരായിരിക്കുക എന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധന്മാരെ പോലെ നിങ്ങൾ പരിപൂർണ്ണരായിരിക്കുക എന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നത്. ഈശോ ഒരു മാനദണ്ഡം, ഒരു ബാർ വെച്ചിരിക്കുകയാണ്, ഒരു മാനദണ്ഡം വെച്ചിരിക്കുകയാണ്. അത്രത്തോളം നമ്മൾ ഉയർന്ന് പൊങ്ങണം. എന്താണ് മാനദണ്ഡം? അതാണ് മാത്യു 5:48 നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഇത് ഒന്നും അറിയാത്ത ഒരാൾ പറഞ്ഞിരിക്കുന്നതല്ല. എല്ലാം അറിയുന്ന, എല്ലാ ജ്ഞാനവും നിറഞ്ഞ, എല്ലാം അറിയുന്ന, എല്ലാവരുടെ ഹൃദയങ്ങളെ അറിയുന്ന, നിങ്ങളെ എനിക്കറിയാം, നിങ്ങളെനിക്കറിയാമെന്ന് പറഞ്ഞ ഈശോ തന്നെയാണ് ഈ ഒരു കാര്യം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലൊറൻസോ സ്കൂപ്പോളി അദൃശ്യ പോരാട്ടം എന്ന പുസ്തകം എഴുതിയ ലൊറൻസോ സ്കൂപ്പോളി എന്ന ആ വലിയ ആത്മീയ പണ്ഡിതൻ നമ്മളോട് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ സ്വാഭാവികമായ ദാഹവും നമുക്കുള്ള കൽപ്പനയുമാണ് പരിപൂർണതയ്ക്ക് വേണ്ടി അധ്വാനിക്കുക എന്നുള്ളത്. പൂർണ്ണത. ഒരു ആധ്യാത്മിക ജീവിതം നയിക്കുന്നൊരു വ്യക്തി, പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി ഇങ്ങനെ പോയാൽ മതി, ഇങ്ങനെയെങ്കിലും ഒന്ന് നിന്ന് കിട്ടിയാൽ മതി, അങ്ങനെ ചിന്തിക്കരുത്. തട്ടിപ്പ്, സാത്താൻ്റെ തട്ടിപ്പാണത്. പൂർണ്ണതയെ ലക്ഷ്യം വെക്കണം. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും കയറി ഉയർന്നു വരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ നാഥനായ യേശു ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് വിശുദ്ധ അൽഫോൻസ് ലിഗോരി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി ഇങ്ങനെയാണ്: ദൈവത്തിങ്കലേക്ക് പറക്കാനുള്ള ചിറകുകളാണ് വിശുദ്ധമായ ആഗ്രഹങ്ങൾ. ദൈവത്തിങ്കലേക്ക് പറക്കാൻ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ദൈവത്തിങ്കലേക്ക് പറക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, ഉയരാൻ ആഗ്രഹമുണ്ട്. നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ വലിയ ദാഹമാണ്. അതിന് എന്ത് വേണം? നമുക്ക് വിശുദ്ധമായ ആഗ്രഹങ്ങൾ വേണം. ഒരു പക്ഷിക്ക് 2 ചിറകെന്നതുപോലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും പുണ്യ പരിപൂർണതയിലേക്ക് നമ്മൾ ഉയർന്നു വരണമെങ്കിൽ ദൈവത്തിങ്കലേക്ക് പുണ്യ പരിപൂർണതയിലേക്ക് പറന്നുയരാനുള്ള 2 ചിറകുകളാണ് വിശുദ്ധമായ ആഗ്രഹങ്ങൾ, നല്ല ആഗ്രഹങ്ങൾ, ആത്മീയ ആഗ്രഹങ്ങൾ. എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് ജപമാല ചൊല്ലണം, എനിക്ക് പള്ളിയിലേക്ക് പോകണം, എനിക്ക് കുമ്പസാരിക്കണം, എനിക്ക് വെളുപ്പിന് 3 മണിക്ക് എഴുന്നേൽക്കണം, എനിക്ക് ഉപവസിക്കണം, എനിക്ക് ഈശോയുടെ മുഖം കാണണം, എനിക്ക് വചനം കേൾക്കണം, എനിക്ക് കർത്താവിനെ അനുകരിക്കണം, എനിക്ക് കർത്താവിനെ പോലെ ആയി തീരണം, എൻ്റെ കർത്താവിനെ എനിക്ക് സന്തോഷിപ്പിക്കണം. ഇങ്ങനെയുള്ള നല്ല നല്ല ആഗ്രഹങ്ങൾ. എൻ്റെ പാപം എനിക്ക് ഉപേക്ഷിക്കണം, എൻ്റെ ദുർജീവിതം എനിക്ക് ഉപേക്ഷിക്കണം, ഈ മദ്യപാന സ്വഭാവം എനിക്ക് ഉപേക്ഷിക്കണം, എൻ്റെ ഈ ചീത്ത സ്വഭാവം, ഇപ്പം ഞാൻ പോണതുപോലെ പോയാൽ പൂർണ്ണതയിലേക്ക് എത്തില്ല, ഇത് പൂർണ്ണതയല്ല, ഇതിനകത്ത് കുറച്ച് കുറവുണ്ട്, ഇത് മാറണം, ഇത് ഉപേക്ഷിക്കണം, എനിക്ക് ഉയരണം. ഇങ്ങനത്തെ ഒരു ദാഹം, ഒരാഗ്രഹം ഉള്ളിൽ വേണം. ദൈവത്തിങ്കലേക്ക് പറക്കാനുള്ള ചിറകുകളാണ് വിശുദ്ധമായ ആഗ്രഹങ്ങൾ. എന്നാൽ നീതിമാന്മാരുടെ പാത പൂർവാന്നത്തിലെ വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നീതിമാന്മാരുടെ വഴികൾ സൂര്യൻ്റെ കിരണങ്ങൾ പോലെയാണ്. അത് ഉദിക്കുന്നതനുസരിച്ച് അതിൻ്റെ കിരണങ്ങൾ വർദ്ധിച്ച് പ്രകാശമാനമാകുന്നത് പോലെയാണത്. നീതിമാന്മാരുടെ പാത പൂർവാന്നത്തിലെ വെയിൽ എന്ന് പറഞ്ഞാൽ സൂര്യന് 2 പൂർവാന്നമുണ്ട്, ഉത്തരാന്നമുണ്ട്. പൂർവാന്നം എന്ന് പറഞ്ഞാൽ എന്താ? ഉച്ചയ്ക്ക് മുമ്പുള്ള സമയം പൂർവാന്നം.
ഉത്തരാഹ്നം എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞുള്ള സമയം, സായാഹ്നം. ദൈവത്തിൻ്റെ വചനത്തിൽ സുഭാഷിത പുസ്തകത്തിൽ പഠിപ്പിക്കുകയാണ്, നീതിമാന്മാരുടെ പാത. സുഭാഷിതം 4:18 നീതിമാന്മാരുടെ പാത പൂർവാന്നത്തിലെ വെയിൽ പോലെയാണ്, അത് പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താ പ്രകാശം വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞാൽ, ഒരു നല്ല മനുഷ്യനാണോ, ശരിക്കും ഉള്ളിൽ നമുക്ക് ഒരു ദൈവത്തിൻ്റെ ഒരു ടച്ച് ഉണ്ടോ? ആ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ആ വ്യക്തിയുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ, വിശുദ്ധമായ ആഗ്രഹങ്ങൾ വർദ്ധിച്ച് വരും. ആദ്യത്തെ വർഷത്തെ പോലെയല്ല രണ്ടാമത്തെ വർഷം, അതുപോലെയല്ല മൂന്നാമത്തെ വർഷം, 10 വർഷം മുമ്പുള്ള പോലെയല്ല ഇപ്പോഴത്തെ സ്ഥിതി. ഇങ്ങനെ കയറി ആഗ്രഹങ്ങൾ, ദൈവിക ആഗ്രഹങ്ങൾ കൂടി വരും. പ്രായമാകും തോറും മടി കൂടുകയല്ല ചെയ്യുന്നത്, പ്രായമാകും തോറും അലസത കൂടുകയല്ല ചെയ്യുന്നത്, പ്രായമാകും തോറും പ്രത്യേക തരത്തിലുള്ള ഒരു ആലസ്യം വന്ന് മൂടപ്പെടുകയല്ല ചെയ്യുന്നത്. തീ കൂടി വരും, ആഗ്രഹം കൂടി വരും. അങ്ങനെ വെയിൽ ഉദിച്ചു, 10 മണിയായി, 11 മണിയായി, 12 മണി, നട്ടുച്ചയായി, കത്തി ജ്വലിക്കുന്ന സൂര്യനെ പോലെ നമ്മൾ പ്രായം കൂടുന്തോറും നമ്മുടെ ആത്മീയ തീക്ഷ്ണത കൂടിക്കൊണ്ടേയിരിക്കും, ആത്മീയ ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അത് കുറയല്ല, അത് ക്ഷീണിക്കുകയല്ല, അത് മടുക്കുകയല്ല, അത് പിന്മാറ്റത്തിലേക്ക് പോവുകയല്ല. അത് കയറി കത്തി നട്ടുച്ച സൂര്യനെ പോലെ കത്തി ജ്വലിക്കാൻ തുടങ്ങും. മുന്നോട്ട് പോകുന്തോറും കത്തി കയറി വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് പറയുന്നത്. അതാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയണത്, നീതിമാന്മാരുടെ പാത പൂർവാന്നത്തിലെ വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നീതിമാന്മാരുടെ വഴികൾ സൂര്യൻ്റെ കിരണങ്ങൾ പോലെയാണ്. അത് ഉദിക്കുന്നതനുസരിച്ച് അതിൻ്റെ കിരണങ്ങൾ വർദ്ധിച്ച് നട്ടുച്ച പോലെ കത്തി നിൽക്കാൻ തുടങ്ങും. എന്നാൽ മറുവശത്താകട്ടെ ലോകത്തിൻ്റെ മനുഷ്യൻ, ലോകാരൂപിയുടെ പിടിയിലിരിക്കുന്ന മനുഷ്യൻ, എന്താ അവൻ്റെ പ്രത്യേകത, എന്താ അവൻ്റെ സ്വഭാവം? പാപികളുടെ പ്രകാശം സായാഹ്നം പോലെ അത് കൂടുതലായി മങ്ങി സാവധാനം അത് കരിന്തിരി കത്തി അത് കെട്ടുപോകുന്നു. കരിന്തിരി കത്തി കെട്ടുപോകും. ഉച്ച കഴിഞ്ഞുള്ള സ്ഥിതിയാണ്. അത് വെയില 4 മണിയായി കുറഞ്ഞു, 5 മണിയായി വീണ്ടും കുറഞ്ഞു, 6 മണിയായി വീണ്ടും കുറഞ്ഞു, 7 മണിയായി ഇതേ ഒട്ടുമില്ലാതായി, 8 മണിയായി ഇരുട്ടായി, 10, 11 കൂരിരുട്ട്, സാന്ദ്ര തമസ്. അതാണ് സുഭാഷിതം 4:19. സുഭാഷിതം 4:19 പറയുകയാണ്, ഒരു കൂട്ടം ആളുകളുണ്ട് ലോകാരൂപിയുടെ പിടിയിലുള്ളവർ, ദുഷ്ടരുടെ മാർഗം സാന്ദ്ര തമസ്, കർക്കിടക മാസത്തിലെ കറുത്ത വാവിലെ കൂരിരുട്ട് പോലെയാണ്. എവിടെ തട്ടി വീഴുമെന്ന് അവർക്കറിഞ്ഞുകൂടാ. ദുഷ്ടരുടെ മനസ്സ് സാന്ദ്ര തമസ് പോലെയാണ്, എവിടെ തട്ടി വീഴുമെന്ന് അവർക്കറിഞ്ഞുകൂടാ. സുഭാഷിതം 4:19 നാം ഇത് വായിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ച് ചിന്തിച്ച് നോക്കിക്കേ. ദൈവത്തിന് അനുഗ്രഹമുള്ളൊരു മനുഷ്യനാണോ, ദൈവത്തിന് ആത്മാവുള്ളൊരു മനുഷ്യനാണോ, ലോകത്തിൻ്റെ അരുവി ഭരിക്കുന്നൊരു മനുഷ്യനാണോ എന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ലോകത്തിൻ്റെ അരുവിയാൽ ഭരിക്കപ്പെടുന്നൊരു മനുഷ്യനാണെങ്കിൽ ഒക്കെ ഈ സൈക്കിളിൻ്റെ കാറ്റടിക്കുന്നവരെയാണ്. ആരെങ്കിലും അടിച്ചാൽ കുറച്ച് നേരം നിൽക്കും, അടിച്ചില്ലെങ്കിൽ എല്ലാം പോക്കായി. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിന് പ്രതിഷ്ഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ദേവസ്വ പിതാവിൻ്റെയും വിശുദ്ധമാരെല്ലാം മധ്യസ്ഥവും കൂട്ടായ്മയുള്ള സ്വർഗീയ സദസ്സിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവികാഗ്രഹങ്ങൾ, പിതാവിനോടുള്ള സ്നേഹം, ഇതെല്ലാം കൂടി വരും. വീണ്ടും വിശുദ്ധ അൽഫോൻസ് ലിഗോരി അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദുരിതപൂർണമാണ് അവരുടെ സ്ഥിതി, ദുരിതപൂർണമാണ് ലോകത്തിന്. എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രായമാകും തോറും പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, അവർക്ക് വർഷങ്ങൾ കഴിയും തോറും അലസതയാണ്, ക്ഷീണമാണ്. പണ്ടൊക്കെ നല്ല കത്തി എറിഞ്ഞ് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നവർ ഇപ്പോൾ ബലബല എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ചൊല്ലിക്കൂട്ടുകയാണ്. ശ്രദ്ധയില്ല, വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ താല്പര്യമില്ല. ഇപ്പോൾ വേറെ പല കാര്യങ്ങളിലാണ് ദുഷ്ടരുടെ മനസ്സ് സാന്ദ്ര തമസ് പോലെയാണ്. അപ്പോഴെന്താ അവരുടെ ആ ലാസ്റ്റ് സ്റ്റേജ് വരുമ്പോൾ അവരുടെ സ്ഥിതി എന്താണെന്നറിയോ? ഈ ലോകാരൂപിയുടെ പിടിയിൽ അമർന്ന അവരുടെ സ്ഥിതി ഇങ്ങനെയായിരിക്കും. അപ്പോൾ പെരുമാറ്റം കൊണ്ട് തൃപ്തിയടയുകയും പുരോഗതി അന്വേഷിക്കാതെ നിർത്തുകയും ചെയ്യും. ദുരിതപൂർണമായ അവസ്ഥയാണത്. അപ്പോൾ അവരവരുടെ സ്വഭാവം കൊണ്ട് തൃപ്തിയടയും. ഇതൊക്കെ പറ്റുള്ളൂ. വെളുപ്പിനെ ഇന്ന സമയത്ത് 6 മണി എന്ന് പറഞ്ഞാൽ 6 മണിക്ക് എഴുന്നേക്കുള്ളൂ, അല്ലെങ്കിൽ 7 മണിക്ക് എഴുന്നേക്കുള്ളൂ, ഞാൻ ഒരു കൊന്തേ ചൊല്ലുള്ളൂ. പെരുമാറ്റം കൊണ്ട് തൃപ്തി അടയുകയും പുരോഗതി അന്വേഷിക്കുന്നത് നിർത്തുകയും ചെയ്യും. പുരോഗതി അന്വേഷിക്കില്ല.
അത് ദുരിതപൂർണമായൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ആത്മാവ് ലോകത്തിൻ്റെ അരുവിയുടെ പിടിയിലമർന്ന് ദുരിതപൂർണമായൊരവസ്ഥയുള്ള ആത്മാവിൻ്റെ സ്ഥിതിയാണത്. ആത്മീയ പുരോഗതിക്ക് താല്പര്യമില്ല, ആത്മീയ വളർച്ചയ്ക്ക് താല്പര്യമില്ല, ദുരിതപൂർണമായ അവസ്ഥയാണ്. സാന്ദ്ര തമസിൻ്റെ ബന്ധനത്തിൽ കിടക്കുകയാണത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് യേശയ്യായുടെ പുസ്തകത്തിൽ 57-ാം അധ്യായത്തിൽ 20-21 വാക്യങ്ങളുണ്ട്. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 57 വേഴ്സ് 20 and 21. ദുഷ്ടർ പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ്, അതിന് ശാന്തമാകാനാവുകയില്ല. അതിലെ വെള്ളം ചെളിയും മാലിന്യങ്ങൾ അടിച്ചു കയറ്റുന്നു. എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു, ദുഷ്ടന് സമാധാനം ലഭിക്കുകയില്ല, എന്നാൽ സ്വസ്ഥതയില്ല, ശാന്തതയില്ല, ഒരു കാര്യത്തിലും ജീവിതത്തിൻ്റെ ഒരു കാര്യത്തിലും അടുക്കും ചിട്ടയില്ല. കടലിലെ ചെളി, പ്രക്ഷുബ്ധമായ കടലിൽ ചെളി അടിച്ചു കയറ്റുന്നത് പോലെ അതിങ്ങനെ മാലിന്യങ്ങൾ അടിച്ചു കയറ്റുന്ന ഒരു ഒരു അലകടലായി അവിടെ കിടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ തന്നെ പരിശോധന നടത്തണത്, നമ്മളെ തന്നെ ഇതിനെക്കുറിച്ച് പരിശോധന നടത്തുന്നത്. വിശുദ്ധ അഗസ്തീനോസ് പറയുകയാണ്, വിശുദ്ധ അഗസ്തീനോസ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട്, നീ പുരോഗതി അന്വേഷിക്കുന്നില്ലേ? പുരോഗതിക്ക് ആഗ്രഹമില്ലേ? നീ ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്നില്ലേ? ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്, നീ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പോട്ട് പോകാതിരിക്കുന്നത് പുറകോട്ട് പോകലാണ്. സെന്റ് അഗസ്റ്റിൻ വ്യക്തമാക്കുകയാണ്, മുമ്പോട്ട് പോകാതിരിക്കുന്നത് പുറകോട്ട് പോകലാണ്. വീണ്ടും ഇതിനെക്കുറിച്ച് വിശുദ്ധനായ ഗ്രിഗറി പറഞ്ഞെങ്ങനെയാണ്, ഒരു പുഴയുടെ ഒഴുക്കിനെതിരെ യാതൊരുവിധ പരിശ്രമവും കൂടാതെ നിൽക്കുന്ന ആൾ, അതിൽ തന്നെ നിലകൊള്ളുന്നവൻ പുറകോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു പുഴയുടെ ഒഴുക്കിനെതിരെ യാതൊരുവിധ പരിശ്രമവും നടത്താതെ അതിൽ തന്നെ നിലകൊള്ളുന്നവൻ പുറകോട്ട് തള്ളപ്പെടുന്നു. ആ ഒഴുക്ക് അവനെ തള്ളി പുറകോട്ട് കൊണ്ടുപോകും. ഞാൻ നിൽക്കണോടത്ത് നിന്നോളാന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ ഭാവന കണ്ടു നോക്കിയേ, നല്ല ശക്തമായി ഒഴുകുന്ന പുഴ, നിങ്ങൾ വെള്ളത്തിൽ കിടക്കുകയാണ്, വെള്ളത്തിൽ കിടന്നോളൂ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാന്ന് പറഞ്ഞ് നിൽക്കുക, നീന്തണില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാന്ന് പറഞ്ഞ് നിൽക്കുക. അല്ലെങ്കിൽ ഒരു ചത്ത മത്സ്യം നിങ്ങൾ ചിന്തിക്കുന്നത്, ഒരു യാതൊരു പരിശ്രമവും നടത്താത്ത ആളുടെ സമാനതയുള്ളത് ചത്ത മത്സ്യമാണ്. ചത്ത മത്സ്യം വെള്ളത്തിൽ കിടക്കുകയാണ്, ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണേ എന്ന് പറയാൻ പറ്റുമോ? അത് സെക്കൻഡുകൾ കൊണ്ട് അത് അടിക്കടിക്ക് താഴ്ത്തേക്ക് പോയിക്കൊണ്ടേ, അത് പിടികിട്ടില്ല, താഴ്ത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ആധ്യാത്മിക ജീവിതത്തിൽ നിൽക്കുന്ന സ്ഥലത്ത് നിൽപ്പെന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല. ഒന്നുകിൽ മുന്നോട്ട് അല്ലെങ്കിൽ താഴേക്ക്, ഇത്രയേ ഉള്ളൂ. ഒന്നുകിൽ മേൽഗതി അല്ലെങ്കിൽ അധോഗതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് വിശുദ്ധനായ ബെർണാർഡിന് പറയാനുണ്ട്. അദ്ദേഹം പറയാണ്, നീ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, പരിശ്രമിക്കുന്നില്ലെങ്കിൽ, നീ തീരുമാനം എടുക്കുന്നില്ല, എഴുന്നേൽക്കുന്നില്ലെങ്കിൽ, നീ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിറകോട്ട് പോകും തീർച്ച. നിങ്ങൾ പുരോഗമിക്കാൻ സന്നദ്ധരല്ലേ എങ്കിൽ പിറകോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പുറകോട്ട് പോകാൻ നിന്നെ തന്നെ വിട്ടുകൊടുത്താൽ മതി, നീ ഒന്നും ചെയ്യണ്ട, നീ നിന്നെ തന്നെ നീ നിൻ്റെ പരിശ്രമം നിർത്തി, ഇതൊക്കെ മതി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാൽ മതി. നീ തന്നെ ഈ അലകടൽ, ഈ അലച്ചു വരുന്ന ഈ വെള്ളത്തിൻ്റെ പ്രവാഹത്തിൽ തന്നെ നീ പുറകോട്ട് പോയി വലിയ അഗാധ താഴ്ചയിലേക്ക് നിബന്ധിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിരന്തരം മുന്നോട്ട്, അതാണ് ആധ്യാത്മിക ജീവിതം. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഈ ആത്മീയ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധന്മാർക്ക് കിട്ടിയ അനുഭവം ദൈവവചനം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഓട്ടമത്സരക്കളത്തിൽ ട്രാക്കിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓട്ടക്കാരനെ പോലെയാണ് സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത്. സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നൊരു ആത്മാവ്, ആത്മീയ ജീവിതമുള്ളൊരു ആത്മാവിൻ്റെ സ്ഥിതി. ഇതിനെക്കുറിച്ച് വിശുദ്ധ അൽഫോൻസ് ലിഗോരി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുന്നത് ഇങ്ങനെയാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹം പറയുന്നത്, നിത്യകിരീടമാകുന്ന സമ്മാനം നേടിയെടുക്കാൻ നമ്മൾ നേടിയെടുക്കുന്നത് വരെ ഓടണം. അതിനാൽ നീ നേടിയെടുക്കുന്നത് വരെ ഓടുക. ഓട്ടം നിർത്തുന്നവൻ തൻ്റെ അധ്വാനം നഷ്ടമാക്കി മഹത്വത്തിൻ്റെ കിരീടവും നഷ്ടമാക്കും. ഇടയ്ക്ക് വെച്ച് കൊറോണക്കാലാണ് ഓട്ടം നിർത്തി, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ക്ഷീണമാണ് ഓട്ടം നിർത്തി,
അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് കൂട്ടുകാരെ കിട്ടി ഓട്ടം നിർത്തി, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് എസ്റ്റേറ്റും പറമ്പും വീടും കിട്ടി ഓട്ടം നിർത്തി, ഇടയ്ക്ക് വെച്ച് കല്യാണം കഴിഞ്ഞു സ്പിരിച്വൽ ലൈഫ് നിർത്തി, ഇടയ്ക്ക് വെച്ച് ജോലി കിട്ടി സ്പിരിച്വൽ ലൈഫ് നിർത്തി, ഇടയ്ക്ക് വെച്ച് വിദേശത്തേക്ക് പോയി സ്പിരിച്വൽ ലൈഫിന് സമയമില്ലാതായി. എന്താ ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി വിശുദ്ധന്മാർ പറയണത്? നീ ഒരു ഒളിമ്പിക് മത്സരത്തിൽ ഓട്ടത്തിന് സമ്മാനത്തിന് വേണ്ടി ഒളിമ്പിക് മെഡലിന് വേണ്ടി ഓടുകയാണെങ്കിൽ ആ ഓട്ടം കുറേ ദൂരം ഓടിയിട്ട് പകുതി വെച്ച് നിർത്തിയാലോ? അതുവരെ ഓടിയതെല്ലാം വേസ്റ്റ്. അതുപോലെയാണ് പറയണത്, നിത്യകിരീടമാകുന്ന സമ്മാനം നേടിയെടുക്കാൻ നമ്മൾ നേടിയെടുക്കുന്നത് വരെ ഓടണം. അവസാന സെക്കൻഡ് വരെ ഓടി ആ മെഡലിൻ്റെ ആ ഫിനിഷിംഗ് പോയിൻ്റ് ക്രോസ് ചെയ്യുന്നത് വരെ ഓടിക്കൊണ്ടിരിക്കണം. ഇടയ്ക്ക് നിർത്തരുത്, ഇടയ്ക്ക് വിശ്രമിക്കരുത്, ഇടയ്ക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത്, ഇടയ്ക്ക് അതും ഇതും ചിന്തിക്കരുത്, ഇടയ്ക്ക് കൂട്ടുകൂടാനായിട്ട് അവിടേക്കും ഇവിടേക്കും വേണ്ടി നമ്മുടെ ശ്രദ്ധ വികേന്ദ്രീകരിക്കരുത്. നീ നേടിയെടുക്കുന്നത് വരെ ഓടണം. അതിനാൽ നേടിയെടുക്കുന്നത് വരെ നീ ഓടുക. ഓട്ടം നിർത്തുന്നവൻ അതുവരെ അധ്വാനിച്ചതെല്ലാം വ്യർത്ഥമാക്കും. മഹത്വത്തിൻ്റെ കിരീടവും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ധാരാളം പേർക്ക് ഓടാൻ ആഗ്രഹമുണ്ട്, അവർക്ക് ആത്മീയ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിൽ ആത്മീയ പുരോഗതി പ്രാപിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവർ ആത്മീയ പുരോഗതി പ്രാപിക്കാത്തത്? അതിനെക്കുറിച്ച് വിശുദ്ധ ലിഖിതത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്. അതിന് വിശപ്പ് വേണം, വെറുതെ ഒരു ആഗ്രഹം പോരാ. വിശപ്പുള്ളവരെയാണ് ദൈവം തൃപ്തരാക്കുന്നത്. അവൻ വിശപ്പുള്ളവരെ സംതൃപ്തരാക്കി. വിശുദ്ധനാകാൻ വെറുതെ ഒരാഗ്രഹം ഉണ്ടായാൽ പോരാ, ശക്തമായൊരാഗ്രഹം, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു വിശപ്പ്, ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. വിശപ്പ്, ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ ഗാഡ്. ദൈവത്തിനു വേണ്ടി കരയുക, ദൈവത്തിന് വേണ്ടി വിശക്കുക, ദൈവത്തെ തേടി തേടി കരഞ്ഞും വിശന്നും ദാഹിച്ചും കർത്താവിനെ കാത്തിരിക്കുക. യെശയ്യായുടെ പുസ്തകത്തിൽ 26-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതം, കർത്താവേ, ഗർഭിണി പ്രസവ സമയം അടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നത് പോലെ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി വേദനിച്ച് കരഞ്ഞു. നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി എന്താ? നമ്മുടെ ആത്മീയ രീതി എന്താ? പേരിനൊരു കൊന്ത, രാവിലെ ഒരു ജപം, പിന്നെ ആഴ്ചയിൽ ഒരു കുർബാന, പിന്നെ വലിയ ആഴ്ചകളിൽ വർഷത്തിൽ വലിയ ആഴ്ച പീഡാനുഭവ കാലത്ത് ഒരു കുരിശിൻ്റെ വഴി, പിന്നെ ഒരു തിരുനാൾ, വർഷത്തിലൊരു തിരുനാൾ, പിന്നെ ഒരു തീർത്ഥാടനം. തീർന്നില്ലേ? ശരിക്കും റിയലായിട്ട് ദൈവത്തിന് വേണ്ടി വിശക്കണുണ്ടോ? റിയലായിട്ട് ദൈവത്തിന് വേണ്ടി കരയണുണ്ടോ? ഒരു ജെനുവിൻ സോൾ, പുണ്യപരിപൂർണതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നൊരു സോൾ, ദൈവത്തെ അധ്വാനിക്കുക, ശരിക്കും ജെനുവിനായിട്ടുള്ള ആധ്യാത്മികത ഉള്ളൊരു മനുഷ്യൻ, ലോകാരൂപി ഇല്ലാത്ത റിയൽ ട്രൂ ജെനുവിൻ ക്രിസ്ത്യൻ, അവരെന്ത് ചെയ്യും? അവർ കർത്താവിന് വേണ്ടി കരയും, അവർ കർത്താവിന് വേണ്ടി കാത്തിരിക്കും. അവിടെ ആ ഉത്ഥാനത്തിന് ശേഷം പിറ്റേ പ്രഭാതത്തിൽ അവിടെ നിന്ന് ആ മഗ്ദലന ആ മറിയം, എൻ്റെ ഗുരുവിനെ കാണാനില്ല, എൻ്റെ ഗുരു എവിടെ, എൻ്റെ ഗുരു എവിടെ, എൻ്റെ ഗുരുവിനെ കാണാനില്ല, എൻ്റെ ഗുരുവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് വേദനിച്ച് ഹൃദയം നുറുങ്ങി നിന്നില്ലേ? എല്ലാ ദിവസവും ദൈവത്തെ തേടുന്നൊരു ഹൃദയം അങ്ങനെയായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഐസയ 26:17, യെശയ്യായുടെ പുസ്തകം 26:17 പഠിപ്പിക്കുകയാണ്, എൻ്റെ കർത്താവേ, ഗർഭിണി പ്രസവ സമയം അടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നത് പോലെ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി വേദനിച്ച് കരഞ്ഞു, വേദനിച്ച് കരഞ്ഞു, വിശന്നു, വേദനിച്ചു, ദാഹിച്ചു, കരഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 53-ാമത്തെ തിരുലിഖിതം, ലൂക്ക് ചാപ്റ്റർ 1:53. അങ്ങനെ വിശന്നാൽ, അങ്ങനെ ദാഹിച്ചാൽ ആ വിശപ്പറിയുന്ന ഒരപ്പനുണ്ട്, ആ വിശപ്പ് മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. വിശക്കുന്നവരെ സ്വർഗത്തിലെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് അവൻ സംതൃപ്തനാക്കും. അഹങ്കരിച്ച് എനിക്കൊന്നും കുഴപ്പമില്ല, ഞാനിതൊക്കെ മതി, ഞാൻ നിന്നോളാം, ഞാൻ വലുതാകുകയും വേണ്ട, ചെറുതാകുകയും വേണ്ട, പുരോഗതിയും വേണ്ട, അധോഗതിയും വേണ്ട, എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല, എനിക്കിതുപോലെ പോയാൽ മതി, അങ്ങനെ ചിന്തിച്ച് അങ്ങനെ ഒരു അഹങ്കാരത്തിൻ്റെ ആലസ്യത്തിൽ കിടക്കുന്ന സമ്പന്നരെ അവൻ മറിച്ചിടും, വെറും കൈയോടെ അവൻ ഇറക്കി വിടും. സമ്പന്നരെ വെറും കൈയോടെ വിടും എന്ന് പറഞ്ഞാൽ കർത്താവിനറിയാം
ഡു നോട്ട് ബി ഡിസീവ്ഡ്. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവുകയില്ല. എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ടെ, ഇങ്ങനെ കാട്ടിക്കൂട്ടിയിട്ട് അതാണ് ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ, ഡു നോട്ട് ബി ഡിസീവ്ഡ്, ഗോഡ് ഈസ് നോട്ട് മോക്ക്ഡ്. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവുകയില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിത്യജീവൻ കൊയ്തെടുക്കും. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-8 തിരുലിഖിതങ്ങൾ. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവുകയില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്നാൽ സ്വന്തം ജഡത്തിൻ്റെ ലോകത്തിൻ്റെ അരുവിയാൽ നയിക്കപ്പെട്ടിട്ട് നമ്മൾ ആധ്യാത്മികത എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വിചാരിച്ച് ആത്മീയനാണ് എന്ന് ധരിച്ചു വച്ചാകരുത്. ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിത്യജീവൻ കൊയ്തെടുക്കും. എന്താണ് രീതി, എന്താണ് അവസ്ഥ? ചിന്തിക്കുക സഹോദരങ്ങളെ. നാം വഞ്ചിതരാകാതിരിക്കാൻ നേരത്തെ കൂട്ടി ചിന്തിക്കണം, കാലെ കൂട്ടി ചിന്തിക്കണം, ഇപ്പോൾ ചിന്തിക്കണം. വീണ്ടും വിശുദ്ധ ലേഖനങ്ങൾ പഠിപ്പിക്കുന്നൊരു വചനമുണ്ട്. സങ്കീർത്തനം 42-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ദൈവത്തിനായി ദാഹിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവത്തെ കാണാനാവുക? എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി അവിടത്തെ കാണാൻ കഴിയുക? ദാഹിക്കുന്നൊരാത്മാവിൻ്റെ വേദന, ദാഹിക്കുന്നൊരാത്മാവിൻ്റെ നെടുവീർപ്പാണത്. എപ്പോഴാണ് എനിക്ക് ജീവിക്കുന്നവനായ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി എനിക്ക് അവിടത്തെ കാണാൻ കഴിയുക? എന്താ ഒരു ദിവസത്തെ നമ്മുടെ മുഖ്യ വ്യഗ്രത? പ്രാർത്ഥനയുടെ സമയത്ത് നമ്മുടെ മനോഭാവം എന്ത്? ഒറ്റയ്ക്ക് പ്രാർത്ഥനയുണ്ടോ? കർത്താവിനെ തേടുന്നുണ്ടോ? കർത്താവിന് വേണ്ടി വിശക്കുന്നുണ്ടോ? കർത്താവിന് വേണ്ടി ദാഹിക്കുന്നുണ്ടോ? നീർത്തോട് തേടുന്ന മാൻപേട, നീർച്ചാൽ തേടുന്ന മാൻപേട. ആദ്യകാലത്ത് ഞാൻ മനസ്സിലാക്കിയിരുന്നത് നീർച്ചാൽ തേടുന്ന മാൻപേട എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ ദാഹിച്ച് വെള്ളം അന്വേഷിക്കുന്ന മാൻപേട എന്ന് ഞാൻ വിചാരിച്ചു. ദാഹാർത്തനായ മാൻപേട കുടിക്കാൻ വെള്ളം അന്വേഷിക്കുന്ന കാര്യമാണ് ഇത് പറഞ്ഞിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. എന്നാൽ വളരെ ജ്ഞാനം നിറഞ്ഞ മറ്റൊരു വൈദികൻ അതിനെ വ്യാഖ്യാനിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, നീർത്തോട് തേടുന്ന മാൻപേട എന്ന് പറഞ്ഞാൽ ചെറിയ ചാലല്ല തേടുന്നത്, അതിന് മുങ്ങാൻ പറ്റിയ വലിയ കയമുള്ള താട്. എന്ന് പറഞ്ഞാൽ കാട്ടുമൃഗങ്ങൾ അതിനെ വേട്ടയാടുമ്പോൾ ചെന്നായി അല്ലെങ്കിൽ ഇതിനെ പിടിച്ച് കടിച്ച് കീറാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ക്രൂര ഹിംസ്ര ജന്തുക്കളുണ്ട്. പുലി, കരടി, അങ്ങനെയുള്ള ഈ മാനിനെ പിടിക്കുന്ന ഹിംസ്ര ജന്തുക്കൾ അതിനെ വേട്ടയാടുമ്പോൾ പ്രാണരക്ഷാർത്ഥത ഓടിയിട്ട് രക്ഷപ്പെടാൻ പറ്റാതെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന് രക്ഷപ്പെടാൻ വേണ്ടി അത് പിന്നെ അന്വേഷിക്കുന്നത് ഇതിന് ചാടി വെള്ളത്തിൽ മുങ്ങി രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു രീതി അത് അന്വേഷിക്കും. അങ്ങനെ അതിനെ ചാടാവുന്ന വലിയ കയം അന്വേഷിക്കും. അങ്ങനെ അപ്പോൾ അതാണ് അപ്പോൾ അത് പ്രാണരക്ഷാർത്ഥത പരക്കം പാഞ്ഞ് ഓടുകയാണ്. അല്ലെങ്കിൽ നമ്മൾ കുളവി കുത്തുന്ന സമയത്ത്, ഓടുന്ന സമയത്ത് ചിലർ പറഞ്ഞില്ല കുളത്തിൽ പോയി ചാടുമെന്ന്. കുളവി അതുപോലെ, അതായത് കുളവി കുത്താൻ വേണ്ടി എമ്പരപ്പ് എല്ലാ കുളവികളും കൂട്ടത്തോടെ ഓടി വരുന്ന സമയത്ത് ഈ മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി വെള്ളത്തിൽ പോയി മുങ്ങി നിൽക്കുകയാണ്. അതേമാതിരി എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നീർത്തോട് തേടുന്ന പ്രാണരക്ഷാർത്ഥ ഒരു അഭയം തേടി ഓടുന്ന ഒരു അവസ്ഥയിൽ ഇത് ദൈവത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. എൻ്റെ അഭയം, എൻ്റെ രക്ഷയ്ക്ക്, എനിക്ക് രക്ഷയ്ക്ക് വേറെ ഒരു സ്ഥലമില്ല, എൻ്റെ ദൈവം മാത്രം ആ ഒരവസ്ഥയിൽ ഓടുന്നൊരവസ്ഥയുണ്ട്. എൻ്റെ പ്രിയ, അതാണ് 42-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ ഞാൻ ഓടി അന്വേഷിക്കുകയാണ്. അങ്ങില്ലെങ്കിൽ ഞാൻ നശിക്കും, ഞാൻ തകരും, എനിക്ക് ജീവിതം ഇല്ല. എൻ്റെ ഹൃദയം എൻ്റെ ദൈവത്തിനായി ദാഹിക്കുന്നു. ജീവിക്കുന്ന എൻ്റെ ദൈവത്തിന് വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിൽ അവിടത്തെ കാണാൻ കഴിയുക? ദൈവത്തിന് വേണ്ടി വിശക്കണം, ദൈവത്തിന് വേണ്ടി ദാഹിക്കണം, ആഗ്രഹിക്കണം, ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കണം. നല്ല ആഗ്രഹങ്ങൾ നമ്മൾ വെച്ച് പുലർത്തണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും എന്നാൽ നമ്മൾ തീരെ നിസ്സാരമായിട്ട് കണക്കാക്കിയാലോ? സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 13-ാം അധ്യായം 4-ാമത്തെ വാക്യം, അലസമായ ആത്മാവ്. അവിടെ പറയുകയാണ്, അലസന് എത്ര ആഗ്രഹിച്ചാലും ഒന്നും കിട്ടുന്നില്ല, ഒരു കൊന്ത പോലും പഠിക്കാൻ പറ്റിയിട്ടില്ല. അലസന് എത്ര ആഗ്രഹിച്ചാലും, ഭയങ്കര ആഗ്രഹമാണ് ദൈവത്തിനെ കേട്ട്, പക്ഷേ ഒന്നും ചെയ്യുന്നില്ല. ഒരു ജപം പോലും പഠിക്കാൻ പറ്റില്ല. സ്വർഗസ്നായ പിതാവ് പോലും കിട്ടുന്നില്ല, സ്വർഗസ്നായ പിതാവ് എന്ന് പോലും കിട്ടുന്നില്ല. അലസന് എത്ര ആഗ്രഹിച്ചാലും
ഒന്നും കിട്ടുന്നില്ല. സ്ഥിരോത്സാഹിക്ക് സമൃദ്ധമായി ലഭിക്കുന്നു. ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു വലിയ ഒരു മർമ്മം ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലെ എടുക്കപ്പെടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്ഥിരോത്സാഹിക്ക് സമൃദ്ധമായി ലഭിക്കും. വിശക്കുന്നവന് വിശിഷ്ട വിഭവങ്ങൾ അവിടുന്ന് സ്വർഗത്തിലെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട്, നല്ല ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നല്ല സാന്നിധ്യം കൊണ്ട്, അനോയിൻറ്റിങ് കൊണ്ട് വിശക്കുന്നവനെ സംതൃപ്തനാക്കുന്ന കർത്താവുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെടുക. നല്ല കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുക. ഇപ്പോൾ സാധിക്കുന്നില്ലല്ലോ, എന്നെക്കൊണ്ട് സാധിക്കുമോ, ഇങ്ങനെയുള്ള പിശാചിന് തട്ടിപ്പുകൾക്ക് വശംവദരാകാതെ കർത്താവിന് വേണ്ടി ശരിക്കും ദാഹിക്കണം. യാക്കോബോസിലെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 5-6 വാക്യങ്ങൾ എന്താണ് അവിടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്? നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവൻ അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരക്ക് സദൃശമാണ്. എന്ന് പറഞ്ഞാൽ ഉറച്ച് വിശ്വസിക്കുക. എൻ്റെ ദൈവത്തോട് ചോദിച്ചാൽ എനിക്ക് തരും. ഇപ്പം ദാഹമില്ല, ഇപ്പോൾ വിശപ്പില്ല, ഇപ്പോൾ ദൈവത്തോടൊന്നും തോന്നുന്നില്ല, ഒരു പ്രതിപത്തിയും തോന്നുന്നില്ല, എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, മരച്ചിരിക്കുകയാണ്, ഹൃദയമെല്ലാം ആകെ താറുമാറായി കിടക്കുകയാണ്, ഇളകി പറഞ്ഞിരിക്കുന്ന കുടിൽ പോലെയാണ് ഇപ്പോൾ മനസ്സിൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി. ഞാൻ എന്താണ് ചെയ്യുക? മക്കളെ ഭയപ്പെടുന്ന ഒറ്റ കാര്യം ചെയ്താൽ മതി. ദൈവമേ, എൻ്റെ ദൈവമേ, എനിക്ക് അങ്ങയെ വേണം, എനിക്ക് അങ്ങയെ വേണം, എനിക്ക് അങ്ങയുടെ അടുത്തേക്ക് വരണം, എനിക്ക് അങ്ങയെ കാണണം, എനിക്ക് ആത്മീയമായി വളരണം. ഈ ആഗ്രഹം വെക്കുക, ദൈവത്തോട് ചോദിക്കുക. തകർന്നിരിക്കുന്ന ആത്മാവിന് ദൈവം വെച്ച് ചേർക്കുന്ന രാജകീയ പാത ചോദിക്കുക, ദൈവം നിനക്ക് തരും. സങ്കീർത്തന പുസ്തകം 119-ാം അധ്യായം 32-ാമത്തെ വാക്യം, സാം 119:32. ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രാർത്ഥനയാണ്. ഒരുക്കമുള്ള ഹൃദയം അങ്ങെനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും. ദൈവമേ, എന്നെ സഹായിക്കണമേ, ഒരുക്കമുള്ള ഹൃദയം തരണമേ എന്ന് ദൈവസന്നിധിയിൽ എളിമയോടെ ആ ദൈവ പൈതൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുണ്യ പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള വിളി നമ്മുടെ കർത്താവിൻ്റെ അടിസ്ഥാനം. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ ആത്മീയ അനുഭവത്തിന് നടുവിൽ നിന്ന് അദ്ദേഹം ലോകത്തെ പഠിപ്പിക്കുന്ന ഉന്നതമായൊരു പ്രബോധനമുണ്ട്. അദ്ദേഹം പറയുകയാണ്, ആധ്യാത്മിക ജീവിതത്തിന് 3 ലെവലുണ്ട്. 1-ാമത്തെ ലെവൽ, ഫസ്റ്റ് ലെവൽ. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് അധമ മാർഗം. ഫസ്റ്റ് ലെവൽ എന്ന് വിചാരിച്ചാൽ മതി. ഫസ്റ്റ് ലെവൽ, ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഫസ്റ്റ് ലെവൽ എന്താ? ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ദൈവത്തിങ്കിലേക്ക് വന്നിട്ട് നമ്മുടേതായ എല്ലാ വേദനകളും പറയുക, നമ്മുടെ സങ്കടങ്ങളെല്ലാം കോരിച്ചൊരിയുക. ഹൃദയം നീർധാര പോലെ കോരിച്ചൊരിയുന്നു, സങ്കടക്കടലെല്ലാം കോരിച്ചൊരിയും. ദൈവമേ, വീടില്ല, ദൈവമേ, ജോലിയില്ല, മക്കളെല്ലാം നാനാ വഴിക്ക് പോയി, കർത്താവെ സഹായിക്കണമേ, ദൈവമേ സാമ്പത്തിക ഞെരുക്കം മാറ്റിത്തരണമേ, രോഗങ്ങൾ സുഖപ്പെടുത്തി തരണമേ. ഇങ്ങനെ മനുഷ്യൻ്റെ നാനാവിധമായ വേദനകൾ ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തിയുള്ള പ്രാർത്ഥനയുണ്ട്. അതാണ് ഫസ്റ്റ് ലെവൽ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ. അത് യോഹന്നാൻ ക്രൂസ് അല്ലെങ്കിൽ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറയണത് അധമ മാർഗം, ആധ്യാത്മിക ജീവിതത്തിൻ്റെ ആദ്യത്തെ ലെവല്. അത് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് മാത്രമാണ്, അവിടെ നിൽക്കരുത്. ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി ആഗ്രഹിക്കണം. കുറച്ചും കൂടെ മുന്നോട്ട് നീങ്ങി കഴിയുമ്പോൾ 2-ാമത്തെ ലെവലിലെത്തും. 2-ാമത്തെ ലെവലിലെത്തുമ്പോൾ പിന്നെ പണം വേണ്ട, വീട് വേണ്ട, പിന്നെ എസ്റ്റേറ്റ് വേണ്ട, ജോലി വേണ്ട, പിന്നെ വലിയൊരു ആഗ്രഹം ആത്മീയ ആഗ്രഹങ്ങളാണ്. ദൈവമേ, എനിക്ക് ദർശനവരം വേണം, എനിക്ക് ശുശ്രൂഷാവരങ്ങൾ വേണം, എനിക്ക് കർത്താവേ, എനിക്ക് വചനം പ്രഘോഷിക്കണം, പ്രാർത്ഥനാവരം വേണം. ഇങ്ങനെ ആത്മീയ ദാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുക, അഭിലഷിക്കുക. അതൊരു 2-ാമത്തെ ലെവലാണ്. അവിടെയും നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കരുത്, വീണ്ടും ദാഹിക്കണം, വീണ്ടും കാണണം. യോഹന്നാൻ ക്രൂസ് പറയാം, ഇത് മധ്യമ മാർഗ്ഗമാണ്. അപ്പോൾ അധമ മാർഗ്ഗം കഴിഞ്ഞ് മധ്യമ മാർഗ്ഗമാണ്. ഇതൊരു മീഡിയം ലെവലാണ്. ഈ മീഡിയം ലെവലും കഴിഞ്ഞാൽ ടോപ്പ് ലെവലുണ്ട്, അല്ലെങ്കിൽ ഉത്തമ മാർഗ്ഗമുണ്ട്. അതാണ് 3-ാമത്തെ ലെവൽ. അതെന്താണ്? അതാണ് ആ ആത്മാവ് വീണ്ടും വീണ്ടും ആഗ്രഹം വെച്ച് വളർന്ന് വരുമ്പോൾ 3-ാമത്തെ ലെവലിൽ ആത്മാവ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് ദൈവത്തെ മാത്രം മതി, എനിക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. പ്രാർത്ഥിക്കാൻ വരുമ്പോൾ വേറെ ഒന്നുമില്ല, ആത്മീയ അനുഭവങ്ങൾ ചോദിക്കുന്നില്ല, ദർശനങ്ങൾ ചോദിക്കുന്നില്ല, ദൈവം ഇടപെടണമെന്നൊന്നും പറയുന്നില്ല, ഒരു കാര്യവും നടക്കണമെന്ന് പറയുന്നില്ല. ഒറ്റ ആഗ്രഹമുള്ളൂ, പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എൻ്റെ ദൈവത്തെ എനിക്ക് പ്രീതിപ്പെടുത്തണം.
ജോലി ചെയ്യുമ്പോൾ ഒറ്റ ആഗ്രഹ ഹൃദയത്തിനുള്ളൂ, എൻ്റെ ദൈവത്തെ എനിക്ക് പ്രീതിപ്പെടുത്തണം. മരിക്കുമ്പോൾ ഒറ്റ ആഗ്രഹമുള്ളൂ, എൻ്റെ ദൈവത്തെ എനിക്ക് സന്തോഷിപ്പിക്കണം. സ്വർഗത്തിൽ ചെന്നാൽ ഒറ്റ ആഗ്രഹമുള്ളൂ, ദൈവത്തെ സ്വർഗത്തിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും എവിടെയാണെങ്കിലും, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഈ ആത്മാവിന് ഒറ്റ ആഗ്രഹമുള്ളൂ, എൻ്റെ ദൈവത്തെ സന്തോഷിപ്പിക്കണം, എൻ്റെ ദൈവത്തെ പ്രീതിപ്പെടുത്തണം. ദൈവത്തെ പ്രതി സ്നേഹിക്കുക, ദൈവത്തെ പ്രതി സ്തുതിക്കുക, ഉത്തമ മാർഗം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയോടുകൂടി നമുക്ക് ആധ്യാത്മിക ജീവിതം ഉത്തമ മാർഗത്തിലേക്ക് ഉയരാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ ബെർണാഡ് ഇതിനെക്കുറിച്ച് പറഞ്ഞെങ്ങനെയാണ്, മനുഷ്യൻ ചെയ്തതൊന്നും ദൈവം നോക്കുന്നില്ല, പകരം അവൻ എന്തായി തീരാൻ ആഗ്രഹിക്കുന്നുവോ അതാണ് കർത്താവ് നോക്കുന്നത്. മനുഷ്യൻ എന്താണെന്നോ എന്ത് ചെയ്തെന്നോ എന്ത് ചെയ്യുന്നു എന്നോ നോക്കുന്നില്ല, പകരം അവൻ എന്തായി തീരാൻ ആഗ്രഹിക്കുന്നുവോ അതാണ് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ആരാധനയുടെ ആമുഖഗാനം ആലപിച്ച് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കുക. ആരാധനയുടെ സമയത്ത് നമ്മുടെ ആത്മാവിനെ സമർപ്പിച്ച് ഈ ആഗ്രഹങ്ങളെല്ലാം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പ്രഭയിൽ അൾത്താരയിൽ സിംഹാസനത്തിൽ ദൈവമിതാ, അഗ്നിമയന്മാർ അരൂപികൾ ആദരവോടണി ചേരുന്നിതാ. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവായ ഈശോയെ കുറച്ചു നേരം നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ 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 മുട്ടുമേൽ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസകേകണമേ. പരിശുദ്ധാത്മാവേ, വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസകേകണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസകേകണമേ. ദാസ
ഭക്തിപൂർവം പരിശുദ്ധാത്മാവിന്റെ ലുത്തിനിയ ജപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, സർവശക്തനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ, പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ, പിതാവിന്റെ വാഗ്ദാനമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളുടെയും കാരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്വർഗീയ നീരുറവയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദഹിപ്പിക്കുന്ന അഗ്നിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആർദ്രമായ സ്നേഹമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആത്മീയ അഭിഷേകമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കുന്ന ആത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദൈവമക്കളുടെ പുത്ര സ്വീകാര്യത്തിന്റെ അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവേ പാപത്തെ കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവേ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ, പരിശുദ്ധാത്മാവേ അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ, പരിശുദ്ധാത്മാവേ അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ, പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ, പരിശുദ്ധാത്മാവേ ആവശ്യമായ ഒരേയൊരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ, പരിശുദ്ധാത്മാവേ നന്മ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ, പരിശുദ്ധാത്മാവേ എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ, പരിശുദ്ധാത്മാവേ നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ, പരിശുദ്ധാത്മാവേ അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ, ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ, ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ, പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ, അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ, പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ പിതാവേ, അങ്ങേ ദിവ്യാരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ നദി ഞങ്ങളിൽ ഒഴുക്കി സൽപ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടെ നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ ആഗമനം ആഗ്രഹിച്ച് ഉച്ചത്തിൽ നമുക്ക് സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ അവിടുന്ന് വരണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ആഗ്രഹത്തോടെ ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ബലിപീഠത്തിൽ അഗ്നിയിറക്കി ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴും ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ. ബലിപീഠത്തിൽ അഗ്നിയിറക്കി ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴും ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. സ്വർണ്ണത്തെ പോലെ നീലെന്നെ ശുദ്ധീകരിക്കണമേ. പാപം നിറയും എന്റെ ഹൃദയം ശുദ്ധീകരിക്കണമേ. സ്വർണ്ണത്തെ പോലെ നീലെന്നെ ശുദ്ധീകരിക്കണമേ. പാപം നിറയും എന്റെ ഹൃദയം ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. തുടർന്ന് മുട്ടുമേൽ നിന്ന് പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മയുടെ പ്രത്യേക മധ്യസ്ഥന ദിവസങ്ങളിൽ എല്ലാവരും പ്രാർത്ഥന സമർപ്പിക്കണം. ജപമാലകൾ നന്നായിട്ട് ഭക്തിപൂർവ്വം ചൊല്ലണം. ഇപ്പോൾ നമുക്ക് മുട്ടുമേൽ നിന്ന് പ്രതിഷ്ഠ ചൊല്ലി പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വരയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബികയെ, തിരുസഭയ്ക്ക് സർവ്വസ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മാനവവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ.
മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടാൻ പോവുകയാണ്. എല്ലാവരും മുട്ടമേൽ നിന്ന് കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ ഈശോയെ എൻ്റെ കുടുംബത്തെയും എൻ്റെ ജീവിതത്തെയും കുടുംബാംഗങ്ങളെല്ലാം പവിത്രീകരിക്കണമേ. അങ്ങയുടെ നിർമ്മല രക്തം കൊണ്ട് കഴുകണമേ. അങ്ങനെ കഴുകണമേ. ഞാൻ നിർമ്മലനാകും. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. തുടർന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ നമുക്ക് വ്യക്തിപരമായി ദാഹത്തോടെ പ്രാർത്ഥിക്കാം. അമ്മേ, ഞങ്ങൾക്ക് നല്ല ഉണർവ് വേണം. ആധ്യാത്മികമായി അധ്വാനിക്കണം. ഞങ്ങൾക്ക് നല്ല ആഗ്രഹമാണ്. കഠിന പരിശ്രമം നടത്തണം. ആത്മീയമായി വളരാനുള്ള മാർഗം എന്താ? കഠിനമായ പരിശ്രമം, നല്ല ശുഷ്കാന്തി അത് ഹൃദയങ്ങളിൽ തരണം. ദൈവം തന്നെ ഒരു കൃപ തരണം. ഒരുക്കമുള്ളൊരു ഹൃദയം ദൈവമേ അതെനിക്ക് വേണം. പരിശുദ്ധ അമ്മ ഈ ഒരു കാര്യത്തിനുണ്ട്. അമ്മ പ്രാർത്ഥിക്കണമേ. ഈരടി ആലപിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കണമേ കന്യാംബികേ, ഇപ്പോഴും എപ്പോഴും എന്നും. പ്രാർത്ഥിക്കണമേ കന്യാംബികേ, ഇപ്പോഴും എപ്പോഴും എന്നും. പ്രാർത്ഥിക്കണമേ കന്യാംബികേ, ഇപ്പോഴും എപ്പോഴും എന്നും. ഇപ്പോഴും